എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? പടത്തിലെന്താ കുഴപ്പമില്ല, മൊത്തത്തിൽ രസമുണ്ട്. സൂര്യയുടെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയുണ്ട്? ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ടുണ്ട്. സൂര്യയുടെ കമ്പാക്ക് തന്നെയാണ്. നല്ല പടം, സൂപ്പർ. സൂര്യ പൊളിച്ചത് നല്ല രസമുണ്ട്. പടം സൂപ്പറായിരുന്നു. നല്ലൊരു അടിപൊളി പടമായിരുന്നു. സൂര്യൻ്റെ അടിപൊളി പടം, എല്ലാവരും കാണാൻ പറ്റിയ ഫാമിലി ആയിട്ടുള്ള പടം. കാണാൻ നല്ല അടിപൊളി പടമാണ്. കാണാൻ അങ്ങനെ നെഗറ്റീവ് പറയാനൊന്നുമില്ല. അത് കണ്ടു നോക്കിയാലേ അറിയും. സൂര്യ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാസ്, അതായത് സൂര്യ ഇത്രയും നാൾ ചെയ്യാത്ത വേറെ വെറൈറ്റി സംഭവം. നല്ല പടം. സൂര്യ അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ പടം. സൂര്യ കല കുറേ നാൾക്ക് ശേഷം എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് എനിക്ക് വർക്കായി. ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു എന്റർടൈനർ കാണേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഓൾറെഡി പറഞ്ഞത് ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ ആ രീതി കണ്ടാൽ മതി. നല്ലൊരു എന്റർടൈനറായിരുന്നു. സൂര്യസ് ബാക്ക്. ഓക്കെയാണ്, സെറ്റാണ്. കൊള്ളാം. സെക്കൻഡ് ടൈം ബ്രോ, കൊള്ളാം. നല്ല സിനിമ. സൂര്യയുടെ പടം ബ്രോ ചേട്ടൻ പൊളിച്ചു. കുഴപ്പമില്ല, കൊള്ളാം. സൂര്യ എങ്ങനെയുണ്ട്? സൂര്യ കൊള്ളാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂര്യക്ക് അടിപൊളിയല്ലേ, സൂപ്പർ. കുഴപ്പമില്ല. കുറേ ദിവസം കാത്തിരുന്നതിന് ശേഷമുള്ള ഒരു കമ്പാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ നല്ലത്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. அருமையா இருக்குண்ணே, படம் சூப்பரா இருக்கு, ஜம்முன்னு இருக்கு. சூர்யாவோட பெர்ஃபார்மன்ஸ் எப்படி இருக்கு? செம்மையா நடிச்சிருக்காரு. ரொம்ப வருஷம் கழிச்சு ஃபேமிலி ஆடியன்ஸ் பக்காவா இருக்கு. சூர்யா ஆக்டிங் செம்ம. தூத்துக்குடியிலேருந்து வரேன் இந்த தேட்டரில் பார்க்கணுங்கிறதுக்காண்டி ஒரு படத்தை. ബ്രോ പടം സൂര്യ തൂക്കി. കംബാക്ക് 13 വർഷത്തിന് ശേഷമുള്ള നല്ല കംബാക്ക്. ലാസ്റ്റ് മറ്റേ കങ്കുവയ്ക്ക് ശേഷം ഇത് പെർഫെക്റ്റ് തിയേറ്റർ മെറ്റീരിയൽ. ഫാൻസ് ആയിട്ട് വന്നതാണ്. ഒന്നും പറയില്ല, ജസ്റ്റ് ഗോഡ് തിങ്സ്. ഇത് സൂര്യയുടെ ഒരു കംബാക്ക് ആണ്. ഇന്ദ്രൻസ് അടിപൊളി. പുള്ളിക്കാരൻ്റെ പഴയ ഒരു ആക്ടിങ് തന്നെ, ഒന്നും മാറിയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. പടം അടിപൊളിയായിരുന്നു. സൂര്യയുടെ കംബാക്ക് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലേ? അതെ. ഇല്ല, കോക്കണ്ണന്റെ റിവ്യൂ കണ്ടാൽ മതി, അത് തന്നെ സംഭവം. ഉള്ളതാണ്. പടം ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ട് ചില സീനുകളൊക്കെ ഇച്ചിരി ഓവറായിട്ട് തോന്നി. എന്നാലും നമ്മൾ ഈ RJBയുടെ പടങ്ങളൊക്കെ ആ രീതിയിൽ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഒരു ആവറേജ് ലെവല്. പിന്നെ ചില സീനുകളൊക്കെ സൂര്യയുടെ ഒരു പീക്ക് താണ്ഡവമൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നൈസായിരുന്നു. കറക്റ്റ്. സത്യം പറഞ്ഞാൽ മൂക്കുത്തിയമ്മൻ സിനിമ സൂര്യയുടെ ഒരു വേർഷനായിട്ട് എടുത്ത പോലെ ഉണ്ട്. പിന്നെ നമ്മൾ മിസ് ചെയ്ത ആ ഒരു സൂര്യയുടെ പെർഫോമൻസ് എല്ലാം കാര്യങ്ങളൊക്കെ കണ്ടതിലൊരു സന്തോഷമുണ്ട്. പഴയ സൂര്യയെ കണ്ട രീതിയിൽ കൊള്ളാം, നൈസ്. സായിയുടെ പാട്ടൊക്കെ ഒരു ബാക്ക് ബോണായിട്ടാണ് തോന്നിയത്. നൈസ്. സായിയുടെ പാട്ടിനെ ഒപ്പം BGM ആയാലും ശരി, OST വർക്ക് മൊത്തത്തിൽ നൈസായിരുന്നു. പിന്നെ സൂര്യയുടെ ഗോഡ് മോഡിൻ്റെ ഡാൻസും കാര്യങ്ങളും എല്ലാം കൊള്ളാം, നൈസ്. ഒരു പടം മൊത്തത്തിൽ പീക്കല്ല, ഒരു എവറേജ്. പക്ഷെ പീക്ക് മൊമെന്റ്സ് ഒരുപാടുണ്ട്. സൂര്യ ഫാൻസർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം ഉണ്ട്. അശ്വന്ത് ഗോക്കൊക്കെ സിനിമയായിട്ട് കാണാൻ ബോധമില്ലാത്തൊരു പൊട്ടനാണ് ആ അശ്വന്ത് ഗോക്ക്. അതിനുള്ള ഇതൊന്നുമില്ല. സിനിമയെ റിയൽ ലൈഫും വെച്ച് കമ്പയർ ചെയ്യണ ഒരു ഇതാണ്, മനസ്സിലായത്? അങ്ങനത്തെ ഒരു അങ്ങനത്തെ റോക്കറ്റാണ് അവനൊന്നും നോക്കല്ലേ. സിനിമ പറയുമ്പോൾ ഒരു 50% ഫാൻറ്റസി, 50% റിയാലിറ്റി. ആ കറക്റ്റ് അങ്ങനെയാണ് ഈ സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. കറക്റ്റ് ചില 50% റിയലിസ്റ്റിക്, 50% ഫാൻറ്റസി രീതിയിലാണ് ഈ സിനിമ എടുത്തത്. കറക്റ്റ് ഒരു എക്സാമ്പിളാണ് സിനിമ. ഞാൻ പറഞ്ഞില്ല, ചില സീനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ലോജിക്കില്ലാത്ത, ഞാൻ ലോജിക്കില്ലാത്ത സീനൊക്കെ ആഘോഷിക്കുന്ന ആളാണ്. എന്നാലും ചില സീനൊക്കെ ഇച്ചിരി ഓവറായിട്ട് തോന്നി, ഇച്ചിരി ക്രിഞ്ച് പോലെ. എന്നാലും കൊള്ളാം. അണഞ്ഞിരിക്കേണ്ട സ്ലീപ്പർ ചില സൂര്യ ഫാൻസർക്ക് എഴുതി വരാൻ പറ്റിയ പടം തന്നെ. പിന്നെ ജനറൽ ഓഡിയൻസിന് ഇതൊരു തിരിച്ചു വരെന്ന് പറയാൻ പറ്റൂല. ഒരു രക്ഷയില്ല. കാരണം ഞാനിത് ക്രിഞ്ച് ആവുന്നുള്ള പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം സൂര്യയുടെ ഒരു കംബാക്ക് സാധനം തന്നെ. വർഷങ്ങളായിട്ട് അങ്ങനെ തിയേറ്ററിൽ എന്താണോ കാണാൻ ആഗ്രഹിച്ചത് അത് ഈ പടത്തോട് അത്രയൊക്കെ അങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന അത്രയൊന്നുമില്ല. അതൊക്കെ കണ്ടിരിക്കാം. കാരണം 2.5 മണിക്കൂർ നമ്മൾ ഈ ലോജിക്ക് വെച്ചൊന്നും പോയിട്ടൊരു കാര്യമില്ല.
തിയേറ്റർ എക്സ്പീരിയൻസ് പക്ക വിഷ്വൽ സാധനം. ഇതിൻ്റെ റിവ്യൂവിനെ പറ്റി അത് ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഈ സൂര്യ ഫാൻ ബോയ് അല്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡയറക്ഷൻ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും തിയേറ്ററിൽ എന്താണോ അത്ര എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് പടം. ഇൻട്രൻസ് ആയിട്ട് എങ്ങനെയുണ്ട്? ഇൻട്രൻസ് ആയിട്ട് ശരിക്കും കരയിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയില്ല. ആസ് യൂഷ്വൽ പുള്ളി എന്താണോ പുള്ളി അത് തന്നെ ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഒന്നും പറയില്ല. അങ്ങനെയില്ല. പുള്ളിയുടെ എന്താണോ മലയാളം ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ടുള്ളത് അത് തന്നെ. വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയില്ല. അതൊക്കെ തന്നെയാണ്. നല്ല പടമായിരുന്നു. സൂര്യ മാസ് ലൈക്ക് ആ ഒരു ഗോഡ് ഫീൽ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പടം സൂപ്പർ.